വെൽക്കം ടു സ്റ്റഡി ബോർഡ്. അപ്പോൾ നമ്മളിന്നിവിടെ നമ്മുടെ GSTയിൽ മോഡ്യൂൾ 4 എത്തിയിട്ടുണ്ട്. ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സിൻ്റെ ഭാഗമാണ് നമ്മളിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളതിൻ്റെ GST തുടങ്ങിയത് മോഡ്യൂൾ 3ലാണ് തുടങ്ങിയത്. ഫസ്റ്റ് 2 മോഡ്യൂൾ ഒന്ന് ടാക്സ് കമ്പ്യൂട്ടേഷനും ടോട്ടൽ ടാക്സും, പിന്നീട് വന്ന മോഡ്യൂൾ എന്തായിരുന്നു, അതിൻ്റെ ഈ പറഞ്ഞ റിട്ടേൺസിനെ പറ്റിയിട്ടൊക്കെ ആയിരുന്നു. അപ്പോൾ 4ാമത്തെ മോഡ്യൂൾ എത്തി. 3ാമത്തെ മോഡ്യൂൾ നമ്മളെന്താണ് GSTൻ്റെ ഇൻട്രഡക്ഷൻ ഏരിയാസൊക്കെ കണ്ടത്. GST എന്താണെന്ന് കണ്ടു, അതിനെ നമ്മൾ വാല്യൂ ഓഫ് സപ്ലൈ, ലെവി ആൻഡ് ടാക്സ് ഒക്കെ കണ്ടു. ഇനി GST രജിസ്ട്രേഷനെ കുറിച്ചിട്ടാണ്. അപ്പോൾ എന്താണ് വാട്ട് യു മീൻ ബൈ GST രജിസ്ട്രേഷൻ, അല്ലെങ്കിൽ രജിസ്ട്രേഷൻ എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇത് എടുത്ത് എഴുതേണ്ടത്. രജിസ്ട്രേഷൻ അണ്ടർ ടാക്സ് റെജീം മീൻസ് ഒബ്റ്റെയിനിങ് എ യൂണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ കോഡ് ഫോർ ടാക്സ് അതോറിറ്റി ഗവേൺഡ് സച്ച് ആസ് ടാക്സ് റെജീം. നമുക്കൊരു യുണീക്ക് കോഡ്, അല്ലെ നമ്മൾ പാൻ കാർഡ് എടുക്കുമ്പോൾ ഇൻകം ടാക്സിന് ഒരു കോഡ് കിട്ടുകയാണ്. പിന്നെ നമ്മളെ എല്ലാ കാര്യങ്ങളും എല്ലാ ഡീറ്റെയിൽസ് ആ കോഡിലുണ്ടാവും. അത് വെച്ചിട്ടാണ് അവർ നമ്മുടെ ഡീറ്റെയിൽസ് എടുക്കുക. അപ്പോൾ നമ്മൾ എന്താണ്, ഇപ്പോൾ നമുക്ക് ഒരു ബാങ്ക് അക്കൗണ്ട് തുറക്കുമ്പോൾ നമ്മൾ ആ കോഡ് അടിക്കും, പാൻ കാർഡ് അടിക്കും. അപ്പോൾ നമ്മളെ അക്കൗണ്ടൊക്കെ എന്താണ് അതിലേക്ക് കണക്റ്റഡ് ആവും. അപ്പോൾ നമുക്ക് വരുന്ന പൈസയും കാര്യങ്ങളും, ഓരോ വ്യക്തികൾക്ക് വരുന്ന പൈസയും കാര്യങ്ങളൊക്കെ അവർ അറിയുന്നുള്ളതാണ്. അപ്പോൾ അതാണ് രജിസ്ട്രേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു യുണീക്ക് കോഡ് കിട്ടും ടാക്സ് അതോറിറ്റി മുഖാന്തരം. ഓക്കെ, എ സപ്ലയർ ഹു ക്യാരീസ് ഓൺ എനി ബിസിനസ് അറ്റ് എനി പ്ലേസ് ഇൻ ഇന്ത്യ ആൻഡ് ഹൂസ് ടോട്ടൽ അഗ്രിഗേറ്റ് ടേൺ ഓവർ എക്സീഡ്സ് എ മിനിമം ലിമിറ്റ്. അതായത് ഒരു ടോട്ടൽ എന്താണ് ടേൺ ഓവർ, അതൊരു മിനിമം ലിമിറ്റ് കഴിയുകയാണെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും, അയാൾ ടാക്സ് അടയ്ക്കേണ്ടി വരും. അപ്പോൾ അതിനാണ് രജിസ്ട്രേഷൻ ചെയ്യണമെന്നാണ് പറഞ്ഞത്. ഓക്കെ, ഇൻ ഫിനാൻഷ്യൽ ഇയർ ഈസ് ലയബിൾ ടു ഗെറ്റ് രജിസ്റ്റേർഡ് അണ്ടർ GST ആക്ട് വിത്തിൻ 30 days. 30 ദിവസത്തിനുള്ളിലാണ് രജിസ്റ്റർ ചെയ്യണമെന്നും പറയുന്നുണ്ട്. അത് നോക്കി വെക്കുക. അപ്പോൾ എന്താണ് സപ്ലയർ അടയ്ക്കേണ്ട കാര്യങ്ങളൊക്കെ, അത് ജസ്റ്റ് ഈ രജിസ്ട്രേഷനെ പറ്റി ഇത് മാത്രം നോക്കുക. ഇനി ഇത് ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്, വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് രജിസ്ട്രേഷൻ അണ്ടർ GST ആക്ട്. GST ആക്ട് പ്രകാരം എന്താണ് രജിസ്റ്റർ ചെയ്യേണ്ട ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്. ലീഗൽ റെക്കഗ്നീഷൻ ആസ് എ സപ്ലയർ ഓഫ് ഗുഡ്സ്. നമുക്കൊരു ലീഗൽ റെക്കഗ്നീഷൻ കിട്ടുകയാണ് ഗുഡ്സും സർവീസുമായിട്ട്. നമുക്ക് എന്താണ് അത് സപ്ലൈ ചെയ്യാനുള്ള ഒരു ലീഗലായിട്ടുള്ള റെക്കഗ്നീഷൻ കിട്ടുകയാണ്. ലീഗലി എലിജിബിൾ ടു കളക്ട് ടാക്സ് ഫ്രം പേഴ്സൺ. ടാക്സ് അതോറിറ്റിക്ക് എന്താണ് ലീഗലായിട്ട് തന്നെ ഒരാളെ കഴിഞ്ഞ് ടാക്സ് കളക്ട് ചെയ്യാനുള്ള അധികാരം കിട്ടുകയാണ്. നമ്മൾ പോയി രജിസ്റ്റർ ചെയ്യാണല്ലോ. ഒരു ലീഗൽ കമ്പൽഷൻ വരികയാണ്, എല്ലാ ബുക്സും റെക്കോർഡും കൃത്യമായിട്ട് വെക്കുക എന്നുള്ളത്, അക്കൗണ്ടിങ് ഡാറ്റയൊക്കെ കൃത്യമായിട്ട് വെക്കുക എന്നുള്ളത് ഒരു കമ്പൽഷനാണ്. പ്രോപ്പർ യൂട്ടിലൈസേഷൻ ഓഫ് ഇൻപുട്ട് ടാക്സ് പെയ്ഡ്. അപ്പോൾ നമ്മൾ ഇൻപുട്ട് ടാക്സ് കൃത്യമായിട്ട് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം. അത് അടച്ച ടാക്സ് കുറച്ചിട്ടാണ് നമ്മൾ കിട്ടുക. പിന്നെ പാസ് ഓൺ ക്രെഡിറ്റ് ഓഫ് ടാക്സസ് പെയ്ഡ്. പാസ് ഓൺ ദ ക്രെഡിറ്റ് ഓഫ് ടാക്സസ് പെയ്ഡ് ഓൺ ഗുഡ്സ് ആൻഡ് സർവീസ് സപ്ലൈഡ്. അപ്പോൾ എന്താണ് നമുക്ക് ടാക്സ് ക്രെഡിറ്റ് കിട്ടുന്ന പറഞ്ഞത്. കസ്റ്റമറിന് ട്രസ്റ്റ് ഗെയിൻ ചെയ്യാൻ സാധിക്കും. എലിജിബിൾ ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ഗവൺമെൻറ് ബിഡ്സ് ആൻഡ് കോൺട്രാക്ട്. ഗവൺമെൻറ് ഈ പറഞ്ഞ ബിഡുകൾക്കും കോൺട്രാക്റ്റുകൾക്കും ഒരു എലിജിബിലിറ്റി കിട്ടുകയാണ്. എലിജിബിൾ ടു അവെയിൽ ബെനിഫിറ്റ്. GST രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ കോൺട്രാക്റ്റുകളൊക്കെ നമുക്ക് എന്താണ് ഏർപ്പെടാനായിട്ട് സാധിക്കുള്ളൂ. എലിജിബിൾ ടു അവെയിൽ ബെനിഫിറ്റ് അവെയിൽ ചെയ്യാനും പ്രിവിലേജ് കിട്ടാനൊക്കെ എന്താണ് എലിജിബിലിറ്റി കിട്ടുക എന്നുള്ളതാണ്. പിന്നെ പേഴ്സൺ ലയബിൾ ഫോർ രജിസ്ട്രേഷൻ അണ്ടർ CGST ആക്ട് ആണ്. CGST ആക്ട് പ്രകാരം എന്താണ് ആർക്കാണ് രജിസ്ട്രേഷനുള്ള എലിജിബിലിറ്റി ഉള്ളത്, ഏത് വ്യക്തിയാണ് ലയബിൾ ആവുന്നത്, ആരാണ് കൃത്യമായിട്ടും രജിസ്ട്രേഷൻ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. എവറി പേഴ്സൺ ഷാൽ ബി ലയബിൾ ടു ബി രജിസ്റ്റേർഡ് അണ്ടർ ദിസ് ആക്ട്. എല്ലാ വ്യക്തികളും ഇതിനണ്ടറിൽ രജിസ്റ്റർ ചെയ്യണമെന്നാണ് പറഞ്ഞത്. അതർ ദാൻ സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റ്. എല്ലാ സ്റ്റേറ്റിലും യൂണിയൻ ടെറിട്ടറിയിലും ചില സ്പെസിഫിക് കാറ്റഗറിയാണ്. അയാളുടെ ടേൺ ഓവർ 20 ലക്ഷത്തിന് മുകളിൽ വരികയാണെങ്കിൽ, എല്ലാ സ്റ്റേറ്റുകളിലും യൂണിയൻ ടെറിട്ടറിയിലും ഉള്ള ബിസിനസ്സുകാർ അവരുടെ ടേൺ ഓവർ 20 ലക്ഷത്തിന് മുകളിൽ വരികയാണെങ്കിൽ, ഒരു വർഷത്തെ വാർഷികമായിട്ടാണ് 20 ലക്ഷത്തിന് മുകളിൽ ടേൺ ഓവർ വരികയാണെങ്കിൽ GST എന്താണ് രജിസ്ട്രേഷൻ എടുക്കണം. A person supplying taxable goods or service from any special category state shall be liable to be agreed if aggregate turnover. സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റ്സ് ഉണ്ട്, അങ്ങനത്തെ സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന സപ്ലൈസ് ആണെങ്കിൽ 10 ലക്ഷത്തിലധികം ടേൺ ഓവർ വരികയാണെങ്കിൽ, അപ്പോൾ 20-നെക്കാട്ടും കുറവാണ്, 10 ലക്ഷത്തിലധികം ടേൺ ഓവർ വരികയാണെങ്കിൽ അയാൾ എന്ത് ചെയ്യണം, GST രജിസ്ട്രേഷൻ ചെയ്യണം എന്നുള്ളതാണ്. എവറി പേഴ്സൺ who on the day immediately preceding the appointed day is registered or holds a license under any existing law. നമ്മൾ എന്തെങ്കിലും ഒരു സാധനം വിൽക്കാൻ, ഇപ്പോൾ ചായ വിൽക്കാൻ ലൈസൻസ് വേണം. ലൈസൻസ് വെച്ചാൽ അതൊരു ഭക്ഷ്യവസ്തുവാണ്, അപ്പോൾ വിൽക്കാൻ എന്താ ലൈസൻസ് വേണം. അങ്ങനത്തെ എന്തെങ്കിലും ലൈസൻസ് എടുക്കുകയാണെങ്കിൽ അടുത്ത ദിവസം തന്നെ എന്ത് ചെയ്യണം, നമ്മൾ രജിസ്ട്രേഷൻ അപ്ലൈ ചെയ്യണം എന്നാണ് പറഞ്ഞത്. പിന്നെ എന്താണ്, വേറെ ബിസിനസ് അഗ്രീഡ് ഓൺ ബൈ എ ടാക്സബിൾ പേഴ്സൺ രജിസ്റ്റർ അണ്ടർ ദിസ് ആക്ട്. ഒരു ടാക്സബിൾ പേഴ്സൺ ആണ് ബിസിനസ് ചെയ്യുന്നതെങ്കിൽ രജിസ്റ്റർ ചെയ്യണം. നോട്ട് വിത്ത്സ്റ്റാൻഡിങ് എനിത്തിങ് കണ്ടെയ്ൻഡ് ഇൻ സബ്സെക്ഷൻ 1 and 3 in case of a transfer pursuant to sanction a scheme. ഒരു സ്കീം മുഖാന്തരം അമൽഗവേഷ മുഖാന്തരം ഹൈക്കോർട്ട് ഓർഡർ കണ്ടെയ്താണ് നമ്മൾ കൃത്യമായിട്ടും എന്ത് ചെയ്യണം, രജിസ്റ്റർ ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു 4 പോയിന്റുകൾ ജസ്റ്റ് ഒന്ന് വായിച്ചു വെക്കുക. പിന്നെ ത്രഷോൾഡ് ലിമിറ്റാണ്. ഗുഡ്സ് മാത്രമാണെങ്കിൽ നോർമൽ സ്റ്റേറ്റ്സിൽ 20 ലക്ഷവും സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റ്സിൽ 10 ലക്ഷമാണ്. ഓക്കെ, അത് 2019 മുതൽ ജനുവരി വിത്ത് എഫക്റ്റ് ഓഫ് 1 ഫെബ്രുവരിയും ഇത് തന്നെയാണ്. ഈ പറയുന്ന നമ്മുടെ ജനുവരി വരെ 10 ലക്ഷമായിരുന്നു. ഫെബ്രുവരി മുതൽ എന്താക്കി, നമ്മുടെ സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റിന് 20 ലക്ഷം തന്നെ ആക്കി. പിന്നെ
2020 ജനുവരി മുതലായപ്പോൾ എന്തായി, 40 ലക്ഷമാക്കി മറ്റ് സ്റ്റേറ്റുകൾക്ക്, 20 ലക്ഷമാക്കി സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റ്സിന്. ഗുഡ്സും സർവീസും ആണെങ്കിൽ ഇത് 20 ലക്ഷം 10 ലക്ഷമാണ്, ഇവിടെയും 20 ലക്ഷം, ഇത് 20 ലക്ഷമാണ് ഗുഡ്സും സർവീസുകളാണെങ്കിലും. ഗുഡ്സ് മാത്രമാണെങ്കിൽ ഇതിപ്പോൾ 40 ലക്ഷമായി. എന്ത് നോർമൽ സ്റ്റേറ്റ്സ്, സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റ്സിന് 20 ലക്ഷം. ഗുഡ്സ് സർവീസ് ആണ് ഇതിപ്പോൾ 20 ലക്ഷമായി, നോർമൽ സ്റ്റേറ്റ്സിന്, സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റ്സിന് 20 ലക്ഷമായി. നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ എക്സ്പ്ലനേഷൻസ് കൊടുത്തിട്ട് ജസ്റ്റ് അതൊന്ന് വായിച്ചു പോയാൽ മതി. പിന്നെ ബിസിനസ് വെർട്ടിക്കൽ എന്താണെന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അത് ചിലപ്പം 2-3 മാർക്കിന് ചോദിക്കും. ബിസിനസ് വെർട്ടിക്കൽ ഇസ് എ ഡിസ്റ്റിങ്വിഷബിൾ കോമ്പോണൻറ്റ് ഓഫ് എൻ എൻ്റർപ്രൈസ് ദാറ്റ് ഇസ് എൻഗേജ്ഡ് ഇൻ ദ സപ്ലൈ ഓഫ് ഇൻഡിവിജ്വൽ ഗുഡ്സ്. അതായത് നമ്മൾ ഏതെങ്കിലും ഒരു ഇൻഡിവിജ്വൽ ഗുഡ്സ് മാത്രം, അപ്പോൾ നമ്മളൊരു മൊബൈൽ ഫോൺ കമ്പനി, അവർ വെറും മൊബൈലിൻ്റെ ബാറ്ററി മാത്രം വിൽക്കുന്ന ഒരു ശൃംഖല അവർക്കുണ്ടെന്ന് കരുതുക. അതിനാണ് ബിസിനസ് വെർട്ടിക്കൽ എന്ന് പറയാം. അതൊന്ന് പഠിച്ചു വെക്കുക, ചിലപ്പോൾ അത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ പേഴ്സൺസ് നോട്ട് ലയബിൾ ഫോർ രജിസ്ട്രേഷൻ. ഏതൊക്കെ വ്യക്തികളാണ് രജിസ്ട്രേഷൻ ചെയ്യേണ്ടാത്തത്? The following persons shall not liable to registration, namely any person engaged exclusively in the business of supply of goods or service, or both, are not liable to tax or wholly exempt from tax under this act under the integrated IGST. അഗ്രികൾച്ചറിസ്റ്റ് ചെയ്യേണ്ട, GST അപ്ലൈ ചെയ്യേണ്ട. അതിൻ്റെ എന്താണ് ഒരു എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി, അതിലേക്ക് അധികം കടക്കേണ്ട കാര്യം വരുന്നില്ല. പിന്നെ കമ്പൾസറി രജിസ്ട്രേഷൻ റിക്വയർമെൻറ്റ്സ് ഉണ്ട്. ചില കേസിൽ കമ്പൾസറി രജിസ്ട്രേഷൻ വേണം. എന്തൊക്കെയാണെന്ന് വെച്ചാൽ, നോട്ട് വിത്ത്സ്റ്റാൻഡിങ് എനിത്തിങ് കണ്ടെയ്ൻ ഇൻ സെക്ഷൻ 22 സബ്സെക്ഷൻ 1 ദ ഫോളോയിങ് കാറ്റഗറീസ് ഓഫ് പേഴ്സൺസ് ഷാൽ ബി റിക്വയർഡ് ടു ബി രജിസ്റ്റേർഡ് അണ്ടർ ദിസ് ആക്ട്. ഇൻ്റർ സ്റ്റേറ്റ് ടാക്സബിൾ സപ്ലൈ ചെയ്യുകയാണെങ്കിൽ എന്തായാലും രജിസ്റ്റർ ചെയ്യണം. കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ ഉണ്ടെങ്കിൽ ടാക്സബിൾ സപ്ലൈ ചെയ്യുകയാണെങ്കിൽ ചെയ്യണം. പേഴ്സൺസ് ഹു ആർ റിക്വയർഡ് ടു പേ ടാക്സ് റിവേഴ്സ് ചാർജ് ചെയ്യുകയാണെങ്കിൽ എന്താണ് രജിസ്ട്രേഷൻ ചെയ്യണം, റിവേഴ്സ് ചാർജ് വരുന്ന കേസസ് ആണെങ്കിൽ. പിന്നെന്താണ്, person who are required to pay tax under section 9 subsection 5 of CGST Act, non-resident taxable person making taxable supply. പിന്നെ എന്താണ്, persons who are required to deduct tax under section 51 whether or not separately registered under this act. അങ്ങനെ ഒരുപാട് എണ്ണം വരുന്നുണ്ട്. ഏതെങ്കിലും ഒരു 5 എണ്ണം എന്താണ് പഠിച്ചു വെക്കുക എന്നുള്ളതാണ്. അതിൻ്റെ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് വായിച്ചു പോയാൽ മതി. അതെന്താണെന്ന് വെച്ചാൽ അത് വെറുതെ പറഞ്ഞ് നമ്മൾ സമയം കളയേണ്ട കാര്യമില്ല. ഇമ്പോർട്ടൻ്റ് ആയിട്ട് എക്സാമിന് വരാവുന്ന കാര്യങ്ങളൊന്ന് പറയാമെന്ന് കരുതിയിട്ടാണ്. പിന്നെ അപ്പോൾ ഇതിൽ ഏതെങ്കിലും 5 പോയിൻ്റ് നിങ്ങൾ നോക്കി വെക്കുക. പിന്നെ വരുന്നത് പ്രൊസീജിയർ ഫോർ രജിസ്ട്രേഷൻ ആണ്. പേഴ്സൺ ഹൂ ഈസ് ലയബിൾ ടു ബി രജിസ്റ്റേർഡ് അണ്ടർ സെക്ഷൻ 22 or 24 ഷാൽ അപ്ലൈ ഫോർ രജിസ്ട്രേഷൻ ഇൻ എവറി സ്റ്റേറ്റ് ഓർ യൂണിയൻ ടെറിട്ടറി ഇൻ വിച്ച് ഹി ഈസ് സോ ലയബിൾ വിത്തിൻ 13 days ഫ്രം ദ ഡേറ്റ് ഓൺ വിച്ച് ഹി ബിക്കംസ് ലയബിൾ ടു രജിസ്ട്രേഷൻ. അപ്പോൾ രജിസ്ട്രേഷൻ നമ്മൾ അടയ്ക്കാൻ ബാധ്യത. ഇപ്പോൾ നമ്മളെ ഈ പറഞ്ഞ ടേൺ ഓവർ 20 ലക്ഷത്തിന് മുകളിൽ കയറുകയാണെങ്കിൽ പിന്നീടുള്ള 30 ദിവസം കൊണ്ടാണ് രജിസ്ട്രേഷന് വേണ്ടി അപ്ലൈ ചെയ്യണം. ഏതാ സെക്ഷൻ 22 മുതൽ 24 വരെ, ഏതൊരു വ്യക്തിയാണെങ്കിലും, നോർമൽ സ്റ്റേറ്റ് ആൻഡ് UT ആണെങ്കിൽ. പിന്നെ ഒരു കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ ആണെങ്കിൽ 5 ദിവസം പ്രയർ ടു ദ കമൻസ്മെൻറ്റ് ഓഫ് ബിസിനസ്. ഓക്കെ. പിന്നെന്താണ്, സ്പെഷ്യൽ എക്കണോമിക് സോണിൻ്റെ കാര്യമൊക്കെ പറഞ്ഞത് രണ്ടൊന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. പിന്നെ പേഴ്സൺ അപ്ലൈഡ് ഫോർ രജിസ്ട്രേഷൻ അണ്ടർ ദിസ് ആക്ട് ഷാൽ ബി ഗ്രാൻറ്റഡ് എ സിംഗിൾ രജിസ്ട്രേഷൻ ഇൻ എ സ്റ്റേറ്റ് ഓർ യൂണിയൻ ടെറിട്ടറി. ഒരു സ്റ്റേറ്റിലോ യൂണിയൻ ടെറിട്ടറിയിലാണെങ്കിൽ ഒരു സിംഗിൾ രജിസ്ട്രേഷനാണ് വരിക. ദ പേഴ്സൺ മേ ഓപ്റ്റ് ഫോർ വോളണ്ടറി രജിസ്ട്രേഷൻ ഉണ്ട് GST ആക്ട് ഈവൺ ഇഫ് ഈസ് നോട്ട് ലയബിൾ ടു ബി രജിസ്റ്റേർഡ്. ആർക്ക് വേണമെങ്കിലും വോളണ്ടറി ആയിട്ട് എന്താണ് രജിസ്റ്റർ ചെയ്യാനുള്ള അധികാരവും അല്ലെങ്കിൽ എന്താണ് അവകാശമുണ്ട്. നമ്മളെന്താണ് ഈ പറഞ്ഞ 20 ലക്ഷത്തിന് മുകളിൽ നിന്ന് പോകേണ്ട. അപ്പോൾ സാധാരണ ഒരു പെട്ടിക്കടക്കാരന് വേണമെങ്കിൽ GST രജിസ്റ്റർ ചെയ്യാവുന്നതേ ഉള്ളൂ. person who has obtained or is required to obtain more than one registration whether in one state or union territory or more than one state or union territory shall in respect to each registration be treated as distinct person. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ കേരളത്തിൽ ഒരു GST രജിസ്ട്രേഷൻ ഉണ്ട്, തമിഴ്നാട്ടിലൊന്നുണ്ട്, മഹാരാഷ്ട്രയിലുണ്ട്, പോണ്ടിച്ചേരിയിലുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ ഓരോന്നിനും എന്താണ് ഡിസ്റ്റിങ്ക്റ്റ് പേഴ്സണായിട്ടാണ് കണക്കാക്കുക. നമ്മൾ തന്നെ രജിസ്റ്റർ ചെയ്ത്, പക്ഷേ നമ്മൾ ഓരോ സ്ഥാപനത്തിൻ്റെയും ഒരു ഡിസ്റ്റിങ്ക്റ്റ് പേഴ്സണായിട്ടാണ് കണക്കാക്കുക. അതുകൊണ്ട് നമ്മുടെ സ്ഥാപനങ്ങൾ തമ്മിൽ എന്താണ് എന്തെങ്കിലും സാധനങ്ങൾ അങ്ങോട്ടും കൊണ്ട് കൈമാറം ചെയ്യുകയാണെങ്കിൽ അതിനെന്താണ് ടാക്സബിൾ സപ്ലൈ ആയിട്ട് വരും. അത് അല്ലെങ്കിൽ ടാക്സബിൾ സപ്ലൈ വരില്ല. ഞാനിപ്പോൾ കേരളത്തിലെ GST രജിസ്ട്രേഷൻ വെച്ചിട്ട് തന്നെയാണ് തമിഴ്നാട്ടിൽ വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ കർണാടകയിൽ വർക്ക് ചെയ്യുന്നതെങ്കിൽ എൻ്റെ സ്ഥാപനങ്ങളുടെ ഇടയിലാണ് എന്താണ് ഗുഡ്സ് സപ്ലൈ ചെയ്യുകയാണെങ്കിൽ ടാക്സബിൾ സപ്ലൈ വരില്ല. അല്ലാത്ത പക്ഷം ഓരോ സ്റ്റേറ്റിലും ഓരോ രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ ഓരോന്നിനെയും ഡിസ്റ്റിങ്ക്റ്റ് പേഴ്സണായിട്ട് കണക്കാക്കും. അപ്പോൾ ടാക്സബിൾ സപ്ലൈ വരും. ഓക്കെ. പിന്നെന്താണ്, where a person who has obtained or is required to obtain registration in a state or union territory in respect of an establishment has an establishment in another state or union territory, then such establishment shall be treated as the establishment of distinct persons. നമ്മൾ എന്താണ് ഒരാൾക്ക് ഒരു കമ്പൾസറി ആയിട്ട് രജിസ്ട്രേഷൻ സ്റ്റേറ്റിൽ വന്ന് മറ്റ് സ്റ്റേറ്റുകളിൽ രജിസ്ട്രേഷൻ ചെയ്തിട്ടില്ല അല്ലെങ്കിൽ മറ്റ് സ്റ്റേറ്റുകൾക്ക് എന്താണ് എസ്റ്റാബ്ലിഷ്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ അതിനും വേറെ ഡിസ്റ്റിങ്ക്റ്റ് പേഴ്സൺസ് ആയിട്ട് കണക്കാക്കുന്നതാണ് പറയുന്നത്. എവറി പേഴ്സൺ ഷാൽ ഹാവ് എ പെർമനൻറ്റ് അക്കൗണ്ട് നമ്പർ. എല്ലാവർക്കും ഒരു പാൻ നമ്പർ വേണം. ഇൻകം ടാക്സ് ആക്ട് 1961 പ്രകാരം എന്നാലേ ഈ രജിസ്ട്രേഷൻ കിട്ടുള്ളൂ.
പിന്നെ എവറി രജിസ്റ്റേർഡ് പേഴ്സൺ ഷാൽ അണ്ടർഗോ ഓതൻറ്റിക്കേഷൻ ഓർ ഫർണിഷ് പ്രൂഫ് ഓർ പൊസഷൻ ഓഫ് ആധാർ നമ്പർ വേണം. പിന്നെന്താണ് ഓൺ ആൻഡ് ഫ്രം ഡേറ്റ് ഓഫ് നോട്ടിഫിക്കേഷൻ എവറി ഇൻഡിവിജ്വൽ ഷാൽ ഇൻ ഓർഡർ ടു എലിജിബിൾ ഫോർ ഗ്രാൻഡ് രജിസ്ട്രേഷൻ അണ്ടർഗോ ഓതൻറ്റിക്കേഷൻ വേണം. ഓൺ ആൻഡ് ഫ്രം ഡേറ്റ് ഓഫ് നോട്ടിഫിക്കേഷൻ എവറി പേഴ്സൺ അതർ ദാൻ ഇൻഡിവിജ്വൽ ഷാൽ ഇൻ ഓർഡർ ടു ബി എലിജിബിൾ ഫോർ ഗ്രാൻഡ് രജിസ്ട്രേഷൻ. അതിപ്പോൾ എന്താണ് നമ്മുടെ ഇപ്പോൾ ഹിന്ദു അൺഡിവൈഡ് ഫാമിലി ആണെങ്കിൽ കർത്താൻ്റെ ആധാർ വേണം, കമ്പനി ആണെങ്കിൽ മാനേജിംഗ് ഡയറക്ടറിൻ്റെ വേണം, അതൊക്കെയാണ് പറയുന്നത്, ഒന്ന് നോട്ട് ചെയ്യാം. പിന്നെന്താണ് പ്രൊവിഷൻ ഓഫ് സബ്സെക്ഷൻ 6A ഓർ സബ്സെക്ഷൻ 6B ഓർ സബ്സെക്ഷൻ 6C ഷാൽ നോട്ട് അപ്ലൈ ടു സച്ച് പേഴ്സൺസ് ഓർ ക്ലാസ് ഓഫ് പേഴ്സൺസ് or any state or union territory or part thereof as the government may recommendation the council specify by notification. അതായത് ഈ 6A 6B 6Cയിലൊക്കെ വരുന്ന കാറ്റഗറിയിലൊക്കെ കുറച്ച് ആൾക്കാർ ലിസ്റ്റ് പറയുന്നുണ്ട്. അങ്ങനത്തെ ആൾക്കാർ രജിസ്റ്റർ ചെയ്യേണ്ടെന്നാണ് പറഞ്ഞത്. നോട്ട് വിസ്റ്റാൻഡിങ് എനി കണ്ടെയ്ൻ സബ്സെക്ഷൻ 6 എ നോൺ റെസിഡൻറ്റ് ടാക്സബിൾ പേഴ്സൺ മേ ബി ഗ്രാൻറ്റഡ് രജിസ്ട്രേഷൻ അണ്ടർ സബ്സെക്ഷൻ 1. എന്താണ് ഒരു നോൺ റെസിഡൻറ്റ് ടാക്സബിൾ പേഴ്സൺ എന്നാണ് രജിസ്ട്രേഷൻ ചെയ്യേണ്ടതെന്നാണ് പറഞ്ഞത്. വേറെ പേഴ്സൺ ഹു ഇസ് ലയബിൾ ടു ബി രജിസ്റ്റേർഡ് അണ്ടർ ദിസ് ആക്ട് fails to obtain registration, the proper officer may, without prejudice to any action which may be taken under this act. പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ എന്താണ് പറയുന്നുണ്ട്, അത് കഴിഞ്ഞിട്ട് ഇതൊക്കെ വിടുക. പിന്നെ എന്താണ് ഇവിടെ നോക്കുക, ദ രജിസ്ട്രേഷൻ ഓർ ദ യുണീക്ക് ഐഡൻറ്റിറ്റി നമ്പർ ഷാൽ ബി ഗ്രാൻറ്റഡ്. ഒരു യുണീക്ക് ഐഡൻറ്റിറ്റി നമ്പർ രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ കിട്ടും. സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ ആണ് അതിൻ്റെ ഫോമിൽ തന്നെ കിട്ടും. പിന്നെ എന്താണ് രജിസ്ട്രേഷൻ യുണീക്ക് ഐഡൻറ്റിറ്റി നമ്പർ ഷാൽ ബി ഡീം ടു ഹാവ് ബീൻ ഗ്രാൻറ്റഡ് ആഫ്റ്റർ എക്സ്പയറി ഓഫ് ദ പീരീഡ്. എക്സ്പയറി വരെ എന്താണ് ഈ രജിസ്ട്രേഷൻ നമ്പറും ഈ യുണീക്ക് ഐഡൻറ്റിറ്റി നമ്പറും കിട്ടുന്നത് നമ്മൾ പാൻ കാർഡിന് കിട്ടുന്ന മാതിരി. പിന്നെ അടുത്തത് നിങ്ങളോട് ചോദിക്കാൻ ചാൻസ് ഇല്ല, ഇതിൻ്റെ ഇതെന്താണ് ഈ പറയുന്നത്, ഒന്ന് ഫസ്റ്റ് ലൈനുകളെല്ലാം ഒന്ന് ഞാൻ പറഞ്ഞതൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ട് പഠിക്കുക എന്നുള്ളതാണ്. പിന്നെ ഇവിടെ വരുന്നതാണ് നമ്മുടെ വോളണ്ടറി രജിസ്ട്രേഷൻ. അപ്പം രജിസ്ട്രേഷൻ കമ്പൾസറി ആയിട്ട് വരാറുണ്ട്. വോളണ്ടറി എന്ന് വെച്ചാൽ എന്താ, നമ്മൾ സ്വമേധയാ പോയി രജിസ്റ്റർ ചെയ്യാം. സോ എവറി ബിസിനസ് ഹാസ് ഫ്രീഡം ടു ഓപ്റ്റ് വോളണ്ടറി രജിസ്ട്രേഷൻ അണ്ടർ ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് ആക്ട് റെസ്പെക്റ്റീവ് ഓഫ് ത്രഷോൾഡ് ലിമിറ്റ്. അത് മാത്രം എന്താണ് വോളണ്ടറി രജിസ്ട്രേഷൻ ചോദിക്കുകയാണെങ്കിൽ സെക്ഷൻ 25 സബ്സെക്ഷൻ 23 വരുന്നത്. അപ്പോൾ വോളണ്ടറി രജിസ്ട്രേഷന് പലതരത്തിൽ എന്തുണ്ട് അഡ്വാൻറ്റേജ് വരുന്നുണ്ട്, അതെന്തൊക്കെയാണെന്നുള്ളതാണ്. അതെന്താണ് കസ്റ്റമേഴ്സിൻ്റെ ട്രസ്റ്റ് കിട്ടും. നമ്മൾ ആദ്യമേ വോളണ്ടറി ആയിട്ട് GST രജിസ്റ്റർ ചെയ്ത സ്ഥാപനമാണെങ്കിൽ നമുക്കൊരു ട്രസ്റ്റ് ഉണ്ടാവും, ലീഗൽ റൈറ്റ്സ് കിട്ടും നമുക്ക് ടാക്സ് കിട്ടാനും ഒക്കെ. പിന്നെ ഒരു കോമ്പറ്റേറ്റീവ്, ചെറിയ ബിസിനസ് ആണെങ്കിൽ കുറച്ചുകൂടി കോമ്പറ്റേറ്റീവ്നെസ് വരും, കാരണം ആൾക്കാർ കൂടുതലായിട്ടും GST രജിസ്റ്റർ ചെയ്ത സ്ഥാപനത്തിലേക്ക് വരാൻ താല്പര്യപ്പെടുന്നതാണ് പറഞ്ഞത്. പിന്നെന്താണ് വോളണ്ടറി രജിസ്റ്റേർഡ് ഫേംസ് ക്യാൻ എൻജോയ് ബെനിഫിറ്റ്സ് ഓഫ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്. വോളണ്ടറി ആയിട്ട് രജിസ്റ്റർ ചെയ്ത സ്ഥാപനങ്ങൾക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടും. ഈസി ടു മേക്ക് ഇൻ്റർ സ്റ്റേറ്റ് സെയിൽസ്. വോളണ്ടറി ആയിട്ട് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇൻ്റർ സ്റ്റേറ്റ് സെയിൽസ് ഈസി ആയിട്ട് കിട്ടും. ഓപ്പർച്യൂണിറ്റി ഫോർ ബിസിനസ് ഡെവലപ്മെൻറ്റ്, ബിസിനസ് ഡെവലപ്പ് ചെയ്യാനും ഓപ്പർച്യൂണിറ്റി കിട്ടുമെന്നാണ് പറയുന്നത്. ഇനി സുവോ മോട്ടോ രജിസ്ട്രേഷൻ ആണ്, GST റൂൾ നമ്പർ 16 ആണ്. ഇൻ കണക്ഷൻ വിത്ത് എനി സർവേ, inspection or inquiry under the act, the proper officer finds that a person liable to be registered under the act has failed to do so, such officer may issue registration to said person on a temporary basis. അതായത് ഒരു സർവേ പ്രകാരം ഒരു ഓഫീസർ കണ്ടെത്താണ് ഒരാൾ എന്താണ് കൃത്യമായിട്ട് GST രജിസ്റ്റർ ചെയ്തിട്ടില്ല, പക്ഷേ അയാൾ രജിസ്റ്റർ ചെയ്യാൻ ലയബിൾ ആണ്. അങ്ങനെയാണെങ്കിൽ ആ ഓഫീസർ എന്ത് ചെയ്യും, ആ ഓഫീസർ നമ്മളെന്താണ് ടെമ്പററി ബേസിലേക്ക് രജിസ്ട്രേഷൻ ചെയ്യും. GST രജിസ്ട്രേഷൻ 12 ആണ്. അപ്പോൾ അത്തരം രജിസ്ട്രേഷനാണ് സുവോ മോട്ടോ രജിസ്ട്രേഷൻ എന്ന് പറയാം. അത് GST റൂൾ 16 ആണ്. ഇനി ഡീംഡ് രജിസ്ട്രേഷൻ ആണ്. എന്താണ് ഗ്രാൻഡ് ഓഫ് രജിസ്ട്രേഷൻ ഓർ യുണീക്ക് ഐഡൻറ്റിറ്റി നമ്പർ അണ്ടർ ദ സ്റ്റേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസ് ആക്ട് ഓർ യൂണിയൻ ടെറിട്ടറി ഗുഡ്സ് ആക്ട് ഷാൽ ബി ഡീം ടു ബി എ ഗ്രാൻഡ് ഓഫ് രജിസ്ട്രേഷൻ. നമ്മൾ സ്റ്റേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആക്ട്, അതായത് SGST ഓർ ദ യൂണിയൻ ടെറിട്ടറി ഗുഡ്സ് ആൻഡ് സർവീസ് ആക്ട് UTGST. അപ്പോൾ ഇത് പ്രകാരം നമുക്ക് ചിലപ്പോൾ യുണീക്ക് ഐഡൻറ്റിറ്റി നമ്പർ കിട്ടും. അതിനാണ് ഡീംഡ് രജിസ്ട്രേഷൻ എന്ന് പറയാം. അതിൻ്റെ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. പിന്നെ ഈ ഒരു പ്രൊവിഷൻസ് ഒക്കെ ജസ്റ്റ് എന്താണ് ഒന്ന് നോട്ട് ചെയ്യുക, കാഷ്വൽ പേഴ്സൺ എന്താണെന്നുള്ളതൊക്കെ. പിന്നെ അതിൻ്റെ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. ഇതിൽ പിന്നെ വരുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്, സ്ട്രക്ചർ ഓഫ് GSTIN, അത് പാൻ നമ്പർ, പെർമനൻ്റ് അക്കൗണ്ട് നമ്പർ. അപ്പോൾ അതിൽ എന്താണ് സ്റ്റേറ്റ് കോഡ് വരും, പിന്നെ നമ്മുടെ പാൻ കാർഡ് വരും. ആദ്യം 32 ആണ്. ഈ 32 കൊടുത്തതാണ് GST എന്താണ് നമ്പറാണത്, GST നമ്പറിൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ നമ്പറാണ്. അപ്പോൾ 32 ഒരു സ്റ്റേറ്റ് കോഡ്, ഈ 32 ഫസ്റ്റ് സ്റ്റേറ്റ് കോഡാണ്. പിന്നെ നമ്മുടെ പാൻ കാർഡ് നമ്പർ വരും. പിന്നെ 1 എന്താണ് എൻറ്റിറ്റി നമ്പറാണ്, അത് പാൻ ഹോൾഡറിൻ്റെ സെയിം സ്റ്റേറ്റ് ആണെങ്കിൽ. പിന്നെ ആൽഫബറ്റ് സെറ്റ് ബൈ ഡിഫോൾട്ടാണ്. ചെക്ക് എന്താണ് സം ഡിജിറ്റാണ്. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു സ്ട്രക്ചർ, നോക്കി വെക്കുക. പിന്നെ ഫേസസ് ഓഫ് GST രജിസ്ട്രേഷനാണ്. ആദ്യം ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷനാണ് റൂൾ 8 പ്രകാരം.
പിന്നെ വെരിഫിക്കേഷൻ ആൻഡ് അപ്രൂവലാണ് റൂൾ 9 പ്രകാരം. ഇഷ്യൂ ഓഫ് സർട്ടിഫിക്കറ്റാണ് റൂള് 10 പ്രകാരം. ഓക്കെ, ഇനി അടുത്തതാണ് ജി എസ് ടിൻ്റെ രജിസ്ട്രേഷൻ പ്രോസസ്സ്. ആദ്യം നിന്നാണ് നമ്മളൊരു ഫിൽ പാർട്ട് എ ഓഫ് ദ ഫോം ജി എസ് ടി രജിസ്ട്രേഷൻ 1. ജി എസ് ടി രജിസ്ട്രേഷൻ 1 എന്ന് പറഞ്ഞ ഫോം ഉണ്ട്. അത് ആദ്യം അതിൽ പാർട്ട് എ ഫില്ല് ചെയ്യുക. പാൻ സബ്മിറ്റ് ചെയ്യുക, ഇമെയിൽ ID സബ്മിറ്റ് ചെയ്യുക, മൊബൈൽ നമ്പർ സബ്മിറ്റ് ചെയ്യുക. പിന്നെ നമ്മളെന്താണ് ഓൺലൈൻ വെരിഫിക്കേഷൻ വരും, പാൻ കാർഡ്, അതിൻ്റെ OTP വരും, അതേമാതിരി ഇമെയിൽ IDക്കും വരും. പിന്നെ എന്താണ് ടെമ്പററി ആപ്ലിക്കേഷൻ റെഫറൻസ്, മൊബൈൽ നമ്പറൊക്കെ എന്താണ് നമ്മൾ ഈ ഒരു മൊബൈൽ നമ്പറിലേക്കും ഇമെയിലേക്കും ടെമ്പററി ആപ്ലിക്കേഷൻ റെഫറൻസ് നമ്പർ കിട്ടും. പിന്നെ നമ്മൾ എന്താണ് പാർട്ട് ബി, അതൊക്കെ നമ്മൾ ഓൺലൈനായിട്ട് ചെയ്യേണ്ടതാണ്, ഇതൊന്നും ഓഫ്ലൈനായിട്ട് എഴുതി കൊടുക്കേണ്ടതല്ല. പിന്നെ ജി എസ് ടി രജിസ്ട്രേഷൻ നമ്പർ പാർട്ട് ബി എന്ത് ചെയ്യുക, നമ്മൾ അതിൽ കംപ്ലീറ്റ് ചെയ്യുക. അതിൽ ആധാർ കാർഡ് നമ്പറൊക്കെ കൊടുക്കേണ്ടത്. പിന്നെ അറ്റാച്ചിങ് എന്നാണ് സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ്, പാസ്പോർട്ട് സൈസ് ഫോട്ടോ കൊടുക്കണം, ട്രേഡ് ലൈസൻസ് കൊടുക്കണം, റെൻ്റൽ അഗ്രിമെൻറ്റ് കൊടുക്കണം. പിന്നെ പാർട്ട് ബി ഓഫ് ഫോം ജി എസ് ടി രജിസ്ട്രേഷൻ 1 ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുക. പിന്നെ ഇഷ്യൂ ഓഫ് അക്നോളജ്മെൻറ്റ് നമുക്ക് പ്രിൻറ്റഡ് ഫോം ആയിട്ട് എടുക്കുക, അല്ലെങ്കിൽ നമ്മളത് സോഫ്റ്റ് കോപ്പി ആയിട്ട് സൂക്ഷിക്കുക. പിന്നെ എന്താണ് ഇഷ്യൂ സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ ചിലപ്പോൾ 3 ദിവസങ്ങളിൽ കിട്ടും, അല്ലെങ്കിൽ ഇൻറ്റിമേഷൻ കിട്ടും നമുക്ക്. പിന്നെ എന്താണ് അത് റെസ്പോൺസ് അഗെയിൻസ്റ്റ് ജി എസ് ടി രജിസ്ട്രേഷൻ 3 കിട്ടും, അത് ഫില്ല് ചെയ്യുക. പിന്നെ എന്താണ് ജി എസ് ടി സർട്ടിഫിക്കറ്റ് ജി എസ് ടി രജിസ്ട്രേഷൻ 6 പ്രകാരം കിട്ടും. ഇനി റിജക്ഷൻ ആണെങ്കിൽ ജി എസ് ടി രജിസ്ട്രേഷൻ 5 പ്രകാരമാണ് എന്ത് ചെയ്യുക, റിജക്റ്റ് ചെയ്യുക. ഓക്കെ then display of the GST certification and GSTIN rule 18. Every registered person shall display certificate of registration in a prominent location at his principal place of business. അതായത് ഒരു ബിസിനസ്സിൻ്റെ പ്രിൻസിപ്പൽ പ്ലേസിൽ തന്നെ ഒരു വ്യക്തിക്ക് കിട്ടിയ ജി എസ് ടി രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ആണ് വെക്കണം എന്നുള്ളത് നമ്മൾ കാണാറുണ്ട്, കടകൾക്കൊക്കെ വെക്കാറുണ്ട്. എവറി രജിസ്റ്റേർഡ് പേഴ്സൺ ഷാൽ ഡിസ്പ്ലേസ് GSTIN ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ. GSTIN എന്ന് വെച്ചാൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ഐഡൻറ്റിഫിക്കേഷൻ നമ്പറാണ്. അപ്പോൾ അതിൻ്റെ റൂള് പറഞ്ഞത് റൂൾ 18 അത് പ്രകാരം എന്താണ് അത് ഡിസ്പ്ലേ ചെയ്യണമെന്നാണ് പറഞ്ഞ് വെക്കുന്നത്. ഇനി രജിസ്ട്രേഷൻ ഫോർ മൾട്ടിപ്പിൾ പ്ലേസസ് ഓഫ് ബിസിനസ് ആണ്. അപ്പോൾ ഒരുപാട് പ്ലേസുകൾ ഉണ്ടെങ്കിൽ റൂൾ 11 പറഞ്ഞത് അങ്ങനെ രജിസ്റ്റർ ചെയ്യണം എന്നുള്ളതാണ്. എനി പേഴ്സൺ ഹാവിംഗ് മൾട്ടിപ്പിൾ പ്ലേസസ് ഓഫ് ബിസിനസ് വിത്തിൻ എ സ്റ്റേറ്റ് ഓർ എ യൂണിയൻ ടെറിട്ടറി റിക്വയറിംഗ് എ സെപ്പറേറ്റ് രജിസ്ട്രേഷൻ ഫോർ എനി സച്ച് പ്ലേസ് ഓഫ് ബിസിനസ് അണ്ടർ സബ്സെക്ഷൻ 2. അതായത് ഒരു വ്യക്തിക്ക് സെപ്പറേറ്റ് ആയിട്ട് ആൾക്കാരുണ്ടെങ്കിൽ എന്താണ് സെപ്പറേറ്റ് രജിസ്ട്രേഷൻ ഫോർ സച്ച് പ്ലേസ് ഓഫ് ബിസിനസ്, ഓരോന്നിനും ഓരോ രജിസ്ട്രേഷൻ വേണമെന്നാണ്. ഷാൽ ബി ഗ്രാൻഡഡ് സെപ്പറേറ്റ് രജിസ്ട്രേഷൻ ഇൻ റെസ്പെക്ട് ഓഫ് ഈച്ച് സച്ച് പ്ലേസ്. ഓരോ പ്ലേസിനും ഓരോ രജിസ്ട്രേഷൻ വേണം. സച്ച് പേഴ്സൺ ഹാസ് മോർ ദാൻ 1 പ്ലേസ് ഓഫ് ബിസിനസ് ആസ് ഐഡൻറ്റിഫൈഡ് ഇൻ ക്ലോസ് 85. സച്ച് പേഴ്സൺ ഷാൽ നോട്ട് പേ ടാക്സ് അണ്ടർ സെക്ഷൻ 10. സെക്ഷൻ 10 പ്രകാരം ടാക്സ് അടയ്ക്കേണ്ട അത്തരം വ്യക്തികൾ. ഓൾ സെപ്പറേറ്റ്ലി രജിസ്റ്റേർഡ് പ്ലേസ് ഓഫ് ബിസിനസ് ഓഫ് സച്ച് പേഴ്സൺ ഷാൽ പേ ടാക്സ് അണ്ടർ ദ ആക്ട് ഓൺ സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് ഓർ ബോത്ത് മെയ്ഡ് ടു അനദർ രജിസ്റ്റേർഡ് പ്ലേസ്. Okay, physical verification of business premise. A proper officer is satisfied that the physical verification of the place of business of a person is required due to failure of Aadhaar authentication. അതായത് നമ്മൾ ആധാർ ഓതൻറ്റിക്കേഷൻ ഒക്കെ തെറ്റിപ്പോവുകയാണെങ്കിൽ ഒരു ഓഫീസർ വന്ന് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ നമ്മുടെ പ്ലേസ്, അതായത് നമ്മുടെ ബിസിനസ് സ്ഥലം ഫിസിക്കലി എന്ത് ചെയ്യും, അയാൾ വെരിഫൈ ചെയ്യും. അത് വന്ന് നോക്കുന്നുള്ളതാണ്. ഡ്യൂ ടു നോട്ട് ഓപ്റ്റിംഗ് ഫോർ ആധാർ ഓതൻറ്റിക്കേഷൻ ബിഫോർ ദ ഗ്രാൻഡ് ഓഫ് രജിസ്ട്രേഷൻ ഓർ ഡ്യൂ ടു എനി അതർ റീസൺ ആഫ്റ്റർ ദ ഗ്രാൻഡ് ഓഫ് രജിസ്ട്രേഷൻ. അപ്പോൾ നോക്കുക, അതിൻ്റെ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് വായിച്ചു നോക്കുക. അമെൻമെൻറ്റ് ഓഫ് രജിസ്ട്രേഷൻ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. യൂണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ വേണമെങ്കിൽ നമുക്ക് മാറ്റം വരുത്താം സെക്ഷൻ 28 പ്രകാരം. ഓക്കെ, അത് ഈ ഒരു പാരഗ്രാഫ് മാത്രം ജസ്റ്റ് നോക്കി വെച്ചാൽ മതി. പിന്നെ ക്യാൻസലേഷൻ ഓർ സസ്പെൻഷൻ ഓഫ് രജിസ്ട്രേഷൻ ആണ് സെക്ഷൻ 28 ആണ്. അമെൻമെൻറ്റ് 28 ആണ്, സോറി, ക്യാൻസലേഷൻ 29 ആണ്. അപ്പോൾ ദ പ്രോപ്പർ ഓഫീസർ മേ ക്യാൻസൽ ദ രജിസ്ട്രേഷൻ ഇത് ഓൺ ഹിസ് ഓൺ മോഷൻ ഓർ, അതായത് ഒരു ഓഫീസർക്ക് വേണമെങ്കിൽ എന്താണ് GST ആയിട്ട് ബന്ധപ്പെട്ട ഓഫീസർക്ക് ഒരാളുടെ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യാൻ സാധിക്കും. എന്തൊക്കെ സാഹചര്യങ്ങൾ? ഇൻ കേസ് ഓഫ് ഡിസ്കണ്ടിന്യൂഷൻ ഓഫ് ഓർ ട്രാൻസ്ഫർ ഓഫ് ബിസിനസ്. ഒന്നുകിൽ ബിസിനസ് ഡിസ്കണ്ടിന്യൂ ചെയ്യുക, അല്ലെങ്കിൽ ആ ബിസിനസ് വേറെ ആൾക്ക് കൈമാറ്റം ചെയ്യുക, അല്ലെങ്കിൽ എന്താണ് ഈ ബിസിനസ്സിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ, അതിൻ്റെ ഭരണഘടന മാറ്റാം. ടാക്സബിൾ പേഴ്സൺ ഈസ് നോൺ ലോങ്ങർ ലയബിൾ ടു ബി രജിസ്റ്റർ. ടാക്സബിൾ പേഴ്സൺ ഇനി രജിസ്റ്റർ ചെയ്യാൻ താല്പര്യമില്ല, അല്ലെങ്കിൽ അയാൾ 20 ലക്ഷത്തിന് താഴെ എന്ത് വന്നു ടേൺ ഓവർ വരികയാണെങ്കിൽ അപ്പം എന്താണ് രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യാം. പിന്നെ പ്രോപ്പർ ഓഫീസർ മേ ക്യാൻസൽ ദ രജിസ്ട്രേഷൻ ആഫ്റ്റർ ഗിവിങ് എ ചാൻസ് ഓഫ് ബീങ് ഹേർഡ്. അതായത് ക്യാൻസൽ ചെയ്യുന്നതിനെക്കാട്ടി മുമ്പ് വേണമെങ്കിൽ എന്താണ് അയാൾക്ക് പറയാനുള്ളത് കേൾക്കാം. അപ്പോൾ അതിൽ പറഞ്ഞെന്താണ് എ പേഴ്സൺ പേയിങ് ടാക്സ്, അതായത് ഇൻ കേസ് ഓഫ് എനി കോൺട്രവെൻഷൻ ഓഫ് GST ആക്ട്. അപ്പോൾ അയാൾക്ക് എന്തെങ്കിലും GST ആക്ടിൽ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞിട്ട് നമ്മൾ അയാളെ രജിസ്ട്രേഷൻ സേവ് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ നോക്കാം. അല്ലെങ്കിൽ സെക്ഷൻ 10 പ്രകാരം എന്താണ് റിട്ടേൺ അയാൾ ഫയൽ ചെയ്യാതിരിക്കണം. പിന്നെ എന്താണ് രജിസ്റ്റേർഡ് പേഴ്സൺ അതർ ദാൻ പേഴ്സൺ സ്പെസിഫൈഡ് ഇൻ ക്ലോസ് ബി ആസ് നോട്ട് ഫേർണിഷ്ഡ് റിട്ടേൺ, കൃത്യമായിട്ട് റിട്ടേൺ ഫയൽ ചെയ്തിട്ടില്ല ക്ലോസ് ബി പ്രകാരം. പിന്നെ എന്താണ് ഫെയിലിയർ ടു കമൻസ് ബിസിനസ് വിത്തിൻ 6 months, അതായത് രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ട് 6 മാസമായിട്ടും ബിസിനസ് തുടങ്ങാൻ പറ്റിയില്ലെങ്കിൽ എന്താണ് അയാളത് കേൾക്കാം ഈ പറയുന്ന ഓഫീസർക്ക് എന്തുകൊണ്ടാണ് പറ്റാത്തതെന്നുള്ളത്. ഇനിയിപ്പം ഫ്രോഡ് കളിക്കുകയാണെങ്കിൽ എന്താണ് അപ്പോഴും ക്യാൻസൽ ചെയ്യാം. അപ്പോഴും എന്താണ് അയാൾക്ക് വേണമെങ്കിൽ അത് തെളിയിക്കാനൊരു അവസരം ഉണ്ട് എന്നുള്ളതാണ്.
അതിൻ്റെ എക്സ്പ്ലനേഷൻ കാര്യങ്ങളൊക്കെ നോക്കുക. പിന്നെ റിവോക്കേഷൻ ഓഫ് ക്യാൻസലാണ്. അപ്പോൾ ഈ എന്താണ് സബ്ജക്റ്റ് കണ്ടീഷൻ ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ് എനി രജിസ്റ്റേർഡ് പേഴ്സൺ ഹൂസ് രജിസ്ട്രേഷൻ ഇസ് ക്യാൻസൽഡ് ബൈ പ്രോപ്പർ ഓഫീസർ ബൈ സോൺ മോഷൻ മേ അപ്ലൈ ടു സച്ച് ഓഫീസ് ഫോർ റിവോക്കേഷൻ. റിവോക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ രജിസ്ട്രേഷൻ ക്യാൻസൽ ആയി കഴിഞ്ഞാൽ നമ്മളത് തിരിച്ച് കിട്ടണമെന്ന് പറഞ്ഞിട്ട് വീണ്ടും ആപ്ലിക്കേഷൻ കൊടുക്കുന്നതാണ് സെക്ഷൻ 30 പ്രകാരം. ദ പ്രോപ്പർ ഓഫീസർ ഇൻ സച്ച് മാനർ മേ വിത്തിൻ ദ പീരീഡ് മേ ബി പ്രിസ്ക്രൈബ് ബൈ ഓർഡർ ഐദർ റിവോക്ക് ക്യാൻസലേഷൻ ഓർ റിജക്ട് ദ ആപ്ലിക്കേഷൻ. എന്നെങ്കിൽ ആ ക്യാൻസലേഷൻ അയാൾക്ക് റിവോക്ക് ചെയ്യാം. അതിപ്പോൾ അയാൾക്ക് ബോധ്യപ്പെടുകയാണെങ്കിൽ ഇയാളുടെ ആപ്ലിക്കേഷൻ പ്രകാരം, അതായത് രജിസ്റ്റേർഡ് പേഴ്സൺ അയാളുടെ രജിസ്ട്രേഷൻ ഓഫീസർ ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ അയാൾ അതിനൊരു ആപ്ലിക്കേഷൻ കൊടുക്കാം, ക്യാൻസൽ ചെയ്തത് വീണ്ടും തിരിച്ച് തരണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് റിവോക്ക് ക്യാൻസലേഷൻ വരിക. അല്ലെങ്കിൽ എന്താണ് ആ ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ. പിന്നെ വരുന്നത് എന്താണ്, ഫോംസ് റിലേറ്റഡ് ടു രജിസ്ട്രേഷൻ ആണ്. ഇതൊന്ന് ഒരു 5 പഠിച്ചു വെക്കുക. അതായത് GST REG ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ ഉള്ളതാണ്. REG 1 GST REG 1 GST രജിസ്ട്രേഷൻ 1 എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഫോം എന്താണ്, ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ ആണ്. GST രജിസ്ട്രേഷൻ 2 അക്നോളജ്മെൻറ്റ് ഓർ റെസീറ്റ് ഓഫ് ആപ്ലിക്കേഷൻ ആണ്. ആപ്ലിക്കേഷൻ്റെ അക്നോളജ്മെൻ്റ് ആണ്. GST REG 3 എന്താണ്, നോട്ടീസ് സീക്കിംഗ് ക്ലാരിഫിക്കേഷൻ ആൻഡ് അഡീഷണൽ ഇൻഫർമേഷൻ ആണ്. GST REG 4 എന്താണ്, ഫോം ടു ഫർണിഷ് ക്ലാരിഫിക്കേഷൻ ഓർ അഡീഷണൽ ഇൻഫർമേഷൻ ആണ്. GST REG 5 എന്താണ്, ഓർഡർ ഓഫ് റിജക്ഷൻ ഓഫ് രജിസ്ട്രേഷൻ ആണ്, ക്യാൻസലേഷൻ അമെൻമെൻറ്റ്. GST REG 6 എന്നാണ്, രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ആണ്. GST REG 7 ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ ആസ് ടാക്സ് ഡിഡക്റ്റർ അറ്റ് സോഴ്സ് ആണ്. GST REG 8 എന്നാണ്, ഓർഡർ ഓഫ് ക്യാൻസലേഷൻ ആണ്. GST REG 9 ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ ഫോർ നോൺ റെസിഡൻറ്റ് ടാക്സബിൾ പേഴ്സൺ ആണ്. GST REG 10 എന്നാണ്, ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ ഓഫ് പേഴ്സൺ സപ്ലൈയിങ് ഓൺലൈൻ ഇൻഫർമേഷൻ ആണ്. ഒരു 10 പോയിൻറ്റുകൾ നിങ്ങളിതിൽ നോക്കിയോ, എല്ലാം നോക്കേണ്ട ഒരു 10 പോയിൻ്റ്. അപ്പോൾ ഒരു മാക്സിമം പോയൊരു 10 എഴുതാൻ പറയും, അല്ലെങ്കിൽ 1 മുതൽ ഒരു 10 ഏതെങ്കിലും തന്നിട്ട് അതെന്താണെന്ന് ചോദിക്കും, രജിസ്ട്രേഷൻ്റെ ഫോമുകൾ. അപ്പോൾ അതൊന്ന് നോക്കി വെക്കുക. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അതോടുകൂടി നമ്മുടെ എന്താണ് 3rd മോഡ്യൂൾ അവസാനിക്കുകയാണ്. നമ്മുടെ 4th മോഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യാണ്. 3rd മോഡ്യൂൾ കഴിഞ്ഞു, നമ്മുടെ 4th മോഡ്യൂൾ എന്താണ് സ്റ്റാർട്ട് ചെയ്യാണ്. ഇനി രജിസ്ട്രേഷനായിട്ട് ബന്ധപ്പെട്ട് കുറച്ചും കൂടി കാര്യങ്ങൾ എന്താണ് ഇതിൽ ഡിസ്കസ് ചെയ്യാനുണ്ട്.